ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സീനാസ് വേഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പിയും ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി അര കിലോ ചെമ്മീൻ, അതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ നെടുകെയുള്ള ആ അഴുക്കൊക്കെ നൂല് പോലുള്ള അഴുക്കുണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു അര കിലോ ചെമ്മീനാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഇനി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് അരച്ച മസാലക്കൂട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദാപ്പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചെമ്മീനിൽ നിന്ന് ഈ മസാല കൂട്ട് തൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുക്കുന്നതിനിടയിൽ നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതാ ഒരു 3-4 ഈർക്കിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തുമ്പ് ഒന്ന് വളച്ചിട്ട് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെമ്മീനൊന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് കൊരുത്തെടുക്കാം. അപ്പോൾ ഒരു 4 എണ്ണത്തിൽ ഞാൻ ഇതാ കൊരുത്തെടുത്തേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെമ്മീന് ചുരുണ്ട് പോകത്തില്ല കേട്ടോ, നല്ല സ്ട്രൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൊരുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ ഓരോ ഇതും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ മൊത്തവും പാനിലേക്ക് നിരത്തി വെച്ച് കൊടുത്തു. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 3-4 മിനിറ്റ് മതി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി വന്ന മസാല ഞാൻ ഇതുപോലെ ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈർക്കലിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അസാധ്യ മണമാണ് കേട്ടോ. അങ്ങനെ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മറിച്ച് ഇട്ട് കൊടുത്തേ. ഇനി ആ സൈഡും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഓരോന്നും പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് ഓരോന്നും വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി നല്ല സോഫ്റ്റുമായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കഴിച്ച് തന്നെ അറിയാൻ പറ്റും. ഈ സോഫ്റ്റ് ചെമ്മീൻ ഫ്രൈ നമ്മുടെ ചൂട് ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്